എം ടിയെ ഓർക്കാന്ന് പറയുമ്പോൾ കുടുംബത്തിലൊരു അംഗമാണല്ലോ നഷ്ടപ്പെട്ടുള്ളത്. ഏറ്റവും തലമുതിർന്നൊരു കാരണവരാണ് ഞങ്ങളുടെ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ്. അപ്പം ഞങ്ങളെയൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്ന, ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ഞങ്ങൾക്കൊക്കെ എം ടി എന്നുള്ള രണ്ടക്ഷരം കൊണ്ട് ഏറ്റവും വലിയൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്ന ഒരു ആളാണല്ലോ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കാൻ തന്നെ വയ്യ. വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഒരിക്കലും അല്ല. പക്ഷേ കോഴിക്കോട്ടുകാരനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും കൂടല്ലൂരിനെ സ്പർശിക്കാത്ത ഒരു കഥകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കൂടല്ലൂരുകാർക്ക് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മലയാളത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക്, നമുക്കറിയാം ലോകത്തിന് തന്നെ വലിയ നഷ്ടമാണ്. കൂടല്ലൂരുകാരെ സംബന്ധിച്ച്, ഞങ്ങൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഓർക്കാൻ തന്നെ വയ്യാത്തൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതെ, അതെ. മലമക്കാവ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ആ കാലഘട്ടമൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം എന്നേക്കാൾ എത്രയോ മുതിർന്ന ആളാണല്ലോ. കൊടിക്കുന്നത്ത് അമ്പലം ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ചോറ് കൊണ്ടുവന്ന ഭഗവതി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ദൈവങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കൊടിക്കുന്നത്ത് ഭഗവതി ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നാട്ടുകാരും അമ്പലത്തിൽ അവർ തന്നെ എപ്പോഴും വഴിപാടുകൾ ചെയ്തിട്ടും എപ്പോൾ ഈ പ്രദേശത്ത് വന്നാലും കൊടിക്കുന്നത്ത് പോയി തൊഴാതിരിക്കാറില്ല. പിന്നെ ഈ മച്ചിൽ ഞങ്ങൾക്കൊക്കെ ചോറ് കൊണ്ടുവന്ന് തന്ന അതിന് കഥകളൊക്കെ ഉണ്ടല്ലോ, അത് വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഐതിഹ്യം, അതൊക്കെ ഞങ്ങൾ ഇന്നും വിശ്വസിച്ച് പോരുന്നുണ്ട്. ഞങ്ങൾക്ക് ചോറ് കൊണ്ടുവന്ന് തന്ന ഭഗവതിയാണെന്ന് തന്നെയാണ്. അത് എം ടിയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് പോന്നിട്ടുള്ളത്. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ്. 4 ദിവസം മുന്നേ പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴും, അപ്പോൾ 6 മാസത്തോളമായിട്ട് നിരന്തരം അങ്ങനെ പല സമയങ്ങളിലായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, 4 ദിവസം അഡ്മിറ്റാവും, തിരിച്ചു പോരും, ICUവിലും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ഇപ്പോഴും ഞങ്ങളൊക്കെ തിരിച്ചു വരും പഴയ ഉണ്ണിമാമയായിട്ട്. ഇനിയും ഈ ലോകത്തിലേക്ക് കുറേ സംഭാവനകൾ നൽകാനുള്ള വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇനിയും ഉണ്ടാവും അദ്ദേഹത്തിൽ നിന്ന്, നമുക്കത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് 4 ദിവസം മുന്നേ പോയി കണ്ടതും പോന്നതും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഈ ഇന്നലെ രാത്രി ഈ വാർത്ത കേട്ടപ്പോൾ അത് തികച്ചും ഞെട്ടലോടുകൂടി തന്നെയാണ് ഞങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ്.